എന്നും തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നൊരു കുറുകിയ ചാറോട് കൂടിയുള്ള കടലക്കറി തയ്യാറാക്കാവേ. ഇതിനു വേണ്ടി തലേ ദിവസം തന്നെ കടല വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. കുതിർത്തെടുത്ത കടല ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കറിൽ വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി കൂടെ വാടി വന്നാൽ 2 പച്ചമുളകും 4 പല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അരച്ചാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അതുകൊണ്ട് നന്നായി വാട്ടിയെടുക്കേണ്ട കാര്യവുമില്ല കേട്ടോ. വാട്ടിയെടുത്ത ഇൻഗ്രീഡിയൻസും പിന്നെ വേവിച്ചെടുത്ത കടലയിൽ നിന്നും കുറച്ച് കടല കൂടെ ഇട്ട് കൊടുത്ത് നന്നായി അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായി വന്നാൽ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്ത് ചൂടായി വന്നാൽ അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളപ്പിച്ചെടുത്ത് വേവിച്ചെടുത്ത കടല കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് അടച്ച് വെച്ച് മസാലപ്പൊടിയുടെ മണം പോകുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കടലക്കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാവേ. നന്നായി മിക്സ് ചെയ്ത് പാൻ അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ കുറുക്കിയ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പിന്നെന്താ അപ്പത്തിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.